സെയിൽസ്മാനെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? അദ്ദേഹം ഒരു മാൻ ഓഫ് ദ അവർ ആവാനായി എന്തൊക്കെ ചെയ്യണമെന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമതായി വേണ്ടത് കരിസ്മയാണ്. കരിസ്മ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ സെയിൽസ്മാന് മറ്റുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. മറ്റുള്ള ആളുകൾക്ക് നിങ്ങളെ കാണുന്ന സമയത്ത് അവർ ഹാപ്പി ആവുകയും അവർക്കൊരു എനർജി ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങളിൽ അവർക്ക് വിശ്വാസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു സെയിൽസ്മാന് വേണ്ട എസെൻഷ്യൽ ക്വാളിറ്റിയാണ് ഒരു മികച്ച ആളുകൾക്ക് അട്രാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള, ആളുകൾക്ക് വിശ്വാസം തോന്നുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ളൊരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ ക്വാളിറ്റി പേഴ്സിസ്റ്റൻസ് ആണ്. പേഴ്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നൈരന്തര്യ ബുദ്ധി എന്ന് നമുക്ക് പറയാം. ചെയ്യുന്ന കാര്യങ്ങളെ തുടർച്ചയായ രീതിയിൽ ചെയ്യുന്ന ആ ഒരു കപ്പാസിറ്റി. ധാരാളം റിജക്ഷൻസ് കേൾക്കേണ്ടി വരും ഒരു സെയിൽസ്മാൻ. എത്ര കണ്ട് റിജക്ഷൻസ് കേട്ടാലും അവിടെയൊന്നും മടി പിടിച്ചിരിക്കാതെ മുൻപോട്ട് ശക്തമായി പോകാനുള്ള ഒരു കോമ്പീറ്റൻസിയാണ് പേഴ്സിസ്റ്റൻസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു മികച്ച സെയിൽസ്മാൻ പേഴ്സിസ്റ്റൻസോടുകൂടി തുടർച്ചയായ രീതിയിൽ ഒരു കസ്റ്റമറിൽ നിന്നും അടുത്ത കസ്റ്റമറിലേക്ക് ആവേശത്തോടുകൂടി പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. മൂന്നാമതായി വേണ്ടത് ഒരു ഡ്രൈവാണ്. മറ്റൊരാൾ നിർബന്ധിച്ചിട്ടോ മറ്റൊരാൾ മോട്ടിവേറ്റ് ചെയ്തിട്ടോ മറ്റൊരാൾ എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ അല്ല, ഉള്ളിൽ നിന്ന് തന്നെ സെയിൽസ് ചെയ്യണമെന്നും സെയിൽസിൽ സക്സസ് ആവണമെന്നുള്ള ഒരു അടങ്ങാത്ത ഒരു ആഗ്രഹമുള്ള വ്യക്തിയായിരിക്കും ഈ കാലഘട്ടത്തിലെ ഒരു മികച്ച സെയിൽസ്മാൻ. ആ ഒരു ഡ്രൈവ് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്കിൽസ് കൂടുതൽ വർദ്ധിപ്പിക്കാനും കുറച്ചുകൂടി മികച്ച രീതിയിൽ കസ്റ്റമറെ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിൽ ശരിക്കും വർക്ക് ചെയ്യേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട ക്വാളിറ്റി പാഷനാണ്. പാഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അഭിനിവേശമാണ്. അതായത് തൻ്റെ പ്രൊഡക്റ്റിലും സർവീസിലും പൂർണ്ണമായ രീതിയിൽ വിശ്വാസമുള്ള ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് മാത്രമേ അദ്ദേഹത്തിന് ഈ ക്വാളിറ്റി ആകുന്ന പാഷൻ ഉണ്ടാവുകയുള്ളൂ. തൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് സർവീസിനെ കുറിച്ച് കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക, അതിലൊരു എക്സ്പേർട്ടായി മാറുക, ആ സബ്ജക്റ്റിലൊരു എക്സ്പേർട്ടായി മാറുക. അതുവഴി കാണുന്ന വ്യക്തികളിലേക്ക് പാഷനേറ്റായ രീതിയിൽ ഒരു കൺസൾട്ടേഷൻ കൊടുക്കാൻ തക്ക വിധമുള്ള കോമ്പീറ്റൻസി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സെയിൽസ്മാൻ ചെയ്യേണ്ട നാലാമത്തെ കാര്യം. ബി പാഷനേറ്റ്. 5, ഗുഡ് ലിസണിങ്. സെയിൽസ്മാൻ നിർത്താതെ കസ്റ്റമറുടെ അടുത്ത് പ്രൊഡക്റ്റിനെ പറ്റിയോ സർവീസിനെ പറ്റിയോ സംസാരിച്ചു കൊണ്ടേ ഇരുന്നാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടാവില്ല, അവിടെ സെയിൽസ് ക്ലോസിങ് നടക്കില്ല. കൃത്യമായി കേൾക്കുന്ന ഒരു സെയിൽസ്മാന് മാത്രമേ കസ്റ്റമർ എന്താണ് ആവശ്യപ്പെടുന്നത്, കസ്റ്റമർക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ ഉള്ള അനിവാര്യതകൾ, ഇത് തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഇത് തിരിച്ചറിയുന്ന ഒരു സെയിൽസ്മാൻ ആയിരിക്കും കൃത്യമായി കസ്റ്റമറുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി, കസ്റ്റമറുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കൃത്യമായി നിർദ്ദേശിച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് ലിസണിങ് സ്കിൽ അല്ലെങ്കിൽ കസ്റ്റമർ സംസാരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പൂർണ്ണമായി ലിസൺ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് സെയിൽസ്മാൻ ഉണ്ടാക്കേണ്ട 5ാമത്തെ ക്വാളിറ്റി. 6, കോൺഫിഡൻസ് തന്നെയാണ്. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമുക്ക് പേടിയുള്ള കാര്യമായിരിക്കാം, പക്ഷെ ആ പേടിയുള്ള കാര്യത്തെ ധൈര്യത്തോടുകൂടി ചെയ്യാൻ തയ്യാറാവുന്നതിനെയാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഒരാളും ആദ്യമേ പേടിയില്ലാതെ വളരെ ശക്തമായി ഈ മേഖലയിലേക്ക് വരുന്ന വ്യക്തിയല്ല. മറിച്ച് ഇവിടെ വന്നതിന് ശേഷം തൻ്റെ അറിവാണെങ്കിലും തൻ്റെ നൈപുണ്യങ്ങളാണെങ്കിലും തൻ്റെ ശീലങ്ങളാണെങ്കിലും ഇതിലൊക്കെ മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് പുതിയ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞ് പുതിയ പുതിയ സ്ട്രാറ്റജികൾ ഉണ്ടാക്കി തോറ്റുപോകുന്ന സ്ഥലങ്ങളിൽ വീണ്ടും വീണ്ടും ആ തോൽവിയിൽ നിന്ന് പഠിച്ച് വിജയം കണ്ടെത്തി മുൻപോട്ട് പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ മുൻപ് പറഞ്ഞ പേഴ്സിസ്റ്റൻസിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം തോറ്റെടുത്ത് നിന്നും അടുത്ത തോൽവിയിലേക്ക് വളരെ ശക്തമായ രീതിയിൽ പോകാനും ഈ ഓരോ തോൽവിയിൽ നിന്ന് പഠിക്കാനും ഒരു സെയിൽസ്മാന് കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ചില ആളുകളുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു പോസിറ്റീവ് എനർജി. ചില ആളുകളുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് എനർജി ഉണ്ടാവാറുണ്ട്. അപ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നാം ഡീൽ ചെയ്യുന്ന ആ വ്യക്തികൾക്ക് നമ്മളുടെ പ്രസൻസ് ഒരു പോസിറ്റീവ് അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് ബാങ്ക് തന്നെ ആയിരിക്കണം. ധാരാളം പോസിറ്റീവ് അഫർമേഷൻസ്, അതായത് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വളരെ പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ പറയുകയും അത് നിറയ്ക്കുകയും ചെയ്താൽ മാത്രമേ നമ്മളിൽ നിന്ന് ഒഴുകുകയുള്ളൂ. അത്തരത്തിൽ സെൽഫ് അഫർമേഷനിലൂടെയും നമ്മൾ സെൽഫ് ടോക്കിൽ സ്വയം സംസാരിക്കുന്നതിലൊക്കെ പോസിറ്റീവായ കാര്യങ്ങൾ നിരന്തരമായി കൊണ്ടുവന്നാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കും അത് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്
സെയിൽസ്മാന് വേണ്ട അടുത്ത ഒരു സവിശേഷ ഗുണമെന്ന് പറയുന്നത്. ഒരു കരിസ്മയുള്ള വ്യക്തിയായി മാറുക, പേഴ്സിസ്റ്റൻസോടുകൂടി വീണ്ടും വീണ്ടും നന്നായി കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോവുക, ഉള്ളിൽ നിന്നുള്ള ഡ്രൈവിൻ്റെ പുറത്ത് വേണം പ്രവർത്തിക്കാൻ, ചെയ്യുന്ന കാര്യങ്ങൾ പാഷനേറ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ തയ്യാറാവുക, കസ്റ്റമർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കുന്ന നല്ലൊരു ലിസണറായി മാറുക, കോൺഫിഡൻസോടുകൂടി തന്നെ കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോവുക, മറ്റുള്ളവരിലേക്ക് കൂടി പോസിറ്റിവിറ്റി നിറയ്ക്കുന്ന പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി കാര്യങ്ങൾ ചെയ്യുക.